നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഓഫ് കോഴ്സ് വേൾഡ് കപ്പ് കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു താരത്തിൻ്റെയും ആഗ്രഹം അതായിരിക്കും വേൾഡ് കപ്പിനുണ്ടാവുക. ഞാനും അത് ആഗ്രഹിക്കുന്നു. വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അർജൻറ്റീനയ്ക്കെതിരെ കളിക്കാൻ കഴിഞ്ഞാൽ അത് ഫാൻറ്റാസ്റ്റിക് ആയിരിക്കും. അങ്ങനെ ഒരു മത്സരം കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാക്ഷാൽ നെയ്മർ ജൂനിയർ പറയുകയാണ്, നെയ്മർ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ സാൻ ലോറൻസോക്കെതിരെ കളിക്കാനായിട്ട് അർജൻറ്റീനയിൽ പോയി അർജൻറ്റീനക്കാരുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം അദ്ദേഹം പറയുകയാണ്. ഇപ്പോൾ അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ് തന്നെ നെയ്മർ ജൂനിയറുടെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നെയ്മർ പറയുന്നു, എ ഫൈനൽ ബ്രസീൽ വേഴ്സസ് അർജൻറ്റീന, ഇറ്റ് വുഡ് ബി ഫാൻറ്റാസ്റ്റിക്. വേൾഡ് കപ്പിനെ കുറിച്ച് പറയുകയാണ്. വേൾഡ് കപ്പിൻ്റെ ഒരു ഫൈനൽ ബ്രസീലും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ ഫാൻറ്റാസ്റ്റിക് ആയിരിക്കും. അതോടൊപ്പം ഓഫ് കോഴ്സ് ഞാൻ വിചാരിക്കുന്നു എനിക്ക് വേൾഡ് കപ്പിന് എത്താൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വേൾഡ് കപ്പിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. ഏതൊരു പ്ലെയറെയും പോലെ ഐ വുഡ് ലവ് ടു ബി ദെയർ. അവിടെ എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാനത് ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാൻ പ്രതീക്ഷിക്കുന്നു ഇറ്റ് വിൽ ഹാപ്പൻ, അത് സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെ നെയ്മർ ജൂനിയർ പറഞ്ഞു. ആരാധകരും കാത്തിരിക്കുന്നതിനാണ് നെയ്മർ ജൂനിയർ വേൾഡ് കപ്പ് കളിക്കുക. വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ ബ്രസീലും അർജൻറ്റീനയും തമ്മിൽ ഏറ്റുമുട്ടുക. ബ്രസീലിൻ്റെ നിരയിൽ നെയ്മർ ജൂനിയർ, അർജൻറ്റീനയുടെ നിരയിൽ ലിയോ മെസ്സി, കട്ടച്ചങ്കുകൾ വേൾഡ് കപ്പ് കിരീടത്തിനായിട്ട് പരസ്പരം ഏറ്റുമുട്ടുന്ന മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുമോ? സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് നെയ്മർ ഉള്ളത്. ആരാധകരും ഇപ്പോൾ വിശ്വസിക്കുന്നു അത് സംഭവിക്കുമെന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.